ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കും. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കാണണം. നമ്മൾ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ബേസ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, ബേസ്മെൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ സൈഡ് മുഴുവനും കെട്ടി ലെവൽ ചെയ്തിട്ടുണ്ട്. കെട്ടി ലെവൽ ചെയ്തതിനു ശേഷം അടിയിൽ ഇതുപോലെ കരിങ്കല്ല് വാരി ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേളിൽ ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പല ആൾക്കാർക്കും സംശയം കാണും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ മണൽ നല്ല ലൂസ് മണലാണ്, അതായത് ഉറപ്പില്ലാത്ത മണ്ണാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പി വെക്കുമ്പോൾ നമ്മൾ ഈ മണ്ണിൻ്റെ പുറത്ത് കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ല. ഇതാണ് വീട്. ഞാൻ വീട് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, 2-3 വർഷം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല വലിയൊരു വീടാണ് ഈ ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ നമ്മൾ കരിങ്കല്ല് ആദ്യം പുട്ടിങ് കോൺക്രീറ്റ് ചെയ്യണം, അതായത് കരിങ്കല്ലിൻ്റെ മേളിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള കോൺക്രീറ്റാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് ക്ലയൻറ്റിന് നഷ്ടം തന്നെയാണ്. കാരണം അന്ന് കുറച്ച് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു നഷ്ടം വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. കാരണം വർക്ക് കൊടുക്കുമ്പോൾ കോൺട്രാക്റ്റ് അവർ വർക്ക് നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു വിശ്വാസം പാടില്ല. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. കാരണം നമ്മുടെ വീടാണ്. കാരണം എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ ആ ഒരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പം നമ്മൾ ആ കരിങ്കല്ല് കെട്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ മുഴുവനും കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇനി ഇതിൻ്റെ മേളിൽ ഒരു 8 ഇഞ്ച് 1 അടി വീതിക്ക് ഒരു പുട്ടിങ് കമ്പി കെട്ടി പുട്ടിങ് കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സൈഡ്, അതായത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്തിനാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മളിവിടെ ഈ കരിങ്കല്ലിട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ നല്ല രീതിയിൽ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നല്ല ലൂസ് കോൺക്രീറ്റാണ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ഒരുപാട് പൈസ നഷ്ടം വന്നു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ വീട് ഇനി സ്ട്രോങ് ആയിരിക്കണം. അവരുടെ ബേസ്മെൻറ്റിനോ ഇനി വീടിനോ ഒരു പൊട്ടലോ ഒരു ക്രാക്കോ ഒന്നും വരരുത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഒരു സംശയം തോന്നും, ഇത് ചെയ്യുന്നത് പാഴല്ലേ എന്ന് തോന്നും. ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഈ കരിങ്കല്ല് ഇളക്കിയപ്പോൾ കംപ്ലീറ്റ് കല്ലും പിരുന്നാ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് കല്ലും കരിക്കല്ലും പിരുന്നു പോയി. അപ്പോൾ ഇനി നമ്മൾ ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇനി അങ്ങനെ ഒരു വിഷയം വരില്ല. അതായത് ഇവിടെ നിന്ന് കരിങ്കല്ല് ഇളകുമെന്നോ അല്ലെങ്കിൽ മണ്ണൊലിപ്പുണ്ടാകുന്നോ, ഈ മണ്ണ് തറ കൊണ്ട് അതായത് മണ്ണ് കൊണ്ട് ഇരുന്നാലും ഈ വീടിനൊരു പൊട്ടലോ ക്രാക്കോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ കമ്പി, അതായത് 12-ൻ്റെ കമ്പിയാണ് കെട്ടിയിരിക്കുന്നത്. 12-ൻ്റെ കമ്പി കെട്ടി കംപ്ലീറ്റ്, അതായത് ഈ ചുറ്റും ഈ 3 സൈഡും നമ്മൾ കമ്പി കെട്ടി ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് കവറിങ്ങാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചുടുകല്ലിൽ ക്രാക്ക്, അതായത് പൊട്ടലുള്ളത് കൊണ്ട് നമ്മൾ ക്രോസിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസിന് ഓരോ 8 mm കമ്പി ഇടുന്നുണ്ട്. അതായത് ആ പൊട്ടലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ പൊട്ടലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഷട്ടറിങ്ങിൻ്റെ വർക്കും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഷീറ്റ് നമ്മളിപ്പം ഈ കോട്ടയ ഷീറ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഷട്ടറിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങിയ വർക്കാണ്. അപ്പോൾ ഇനി ഇത് ഷട്ടറിങ് മൊത്തം അടിച്ചതിന് ശേഷം നമുക്കതിൽ കോൺക്രീറ്റ് കുഴച്ചിടണം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെവൽ, അതായത് ഈ ചുടുകല്ല് കാണുന്ന ആ ലെവലിൽ നമ്മൾ ഷട്ടറിങ് പൊക്കിയിട്ടതിന് ശേഷം അത് ഫുള്ളും കോൺക്രീറ്റാണ് ഇടുന്നത്. കോൺക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്ലാബിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് തന്നെയാണ്, 4, 5, 1 ആ കണക്കിനാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടിന്, അതായത് ഈ വീടിൻ്റെ ചെമറിന് നല്ല പൊട്ടലുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടിയിൽ ബേസ്മെൻറ്റ് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലൊരു കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലയൻറ്റിന് ഒരിക്കലും പേടിക്കണ്ട, പൊട്ടൽ വരുമെന്നോ, അതായത് എത്ര വലിയ മഴ വന്നാലും മണ്ണ് ഒലിച്ചു പോയാലും ഈ വീടിനൊരു വിഷയം വരത്തില്ല. അതായത് ഒരു പൊട്ടലോ ഒരു ക്രാക്കോ ഇനി ഒരു നഷ്ടം ഇവർക്ക് വരരുത്. കാരണം നമുക്ക് തന്നെ നല്ല വിഷമമുള്ളൂ. കാരണം ഇപ്പം തന്നെ അവർക്ക് നല്ല നഷ്ടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വർക്ക് കൊടുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ഇരട്ടി ചിലവായത്. കാരണം ഇപ്പം തന്നെ അവർക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമുക്ക് വലിയ വലിയ എമൗണ്ടുകളാണ് പോകുന്നത്. കാരണം തീരെ, അതായത് അന്നന്ന് ജോലി ചെയ്ത് നടക്കുന്ന അവരെ വീട്ടിലാണ് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വീട് വയ്ക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാം ഈ വർക്ക് എടുക്കുന്നവരെ അങ്ങ് ഏൽപ്പിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കും. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ ഇപ്പം സ്റ്റെപ്പായിട്ടാണ് ഇട്ടത്. അത് അങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ അങ്ങനെ ലെങ്ത് കൂടുമ്പോൾ അത് മുഖ്യ ആൾക്കാർക്കും അത്രയും സമയം എടുത്ത് കാണാനുള്ള ക്ഷമ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഒരു വീട് വയ്ക്കുമ്പോൾ അത് അത്രത്തോളം ശ്രദ്ധിച്ച് വേണം വീട് വയ്ക്കാൻ. ഇപ്പം നമ്മൾ ഈ സൈഡ് വാൾ അടിച്ച് എല്ലാം കെട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം പകുതി ലെയർ കോൺക്രീറ്റ് ചെയ്യണം. കാരണം മൊത്തത്തിൽ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പകുതി ലെയർ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ വൈകുന്നേരമായി, ഏകദേശം 4 മണിയായി. അപ്പോൾ ഇനി ഏകദേശം ഒരു 10-15 കൂട്ട് കോൺക്രീറ്റ് വേണം. അപ്പം നമ്മൾ ഇന്ന് മൊത്തം ഉള്ളത് 5 പേരാണ്. അപ്പോൾ നമ്മളെ മേസ്ത്രി പണിക്കാരെല്ലാവരും തളർന്നു പോയി. കാരണം നമ്മൾ തന്നെ ഷട്ടറിങ്ങും ചെയ്ത്, തറ കോൺക്രീറ്റ് ചെയ്ത്, ഷട്ടറിങ്ങും ചെയ്ത്, ലോഡ് ഇട്ട് കോൺക്രീറ്റും കൂട്ടുന്നതെല്ലാം ഞങ്ങൾ തന്നെയാണ്. ഇപ്പം നല്ല ഇരുട്ടി, നല്ല സന്ധ്യയായി. അതായത് ഇപ്പോൾ മണി ഏകദേശം 7:45. അപ്പോൾ 7:45 നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലയൻറ്റ് പറഞ്ഞു ബാക്കി നാളെ ചെയ്താൽ പോരെ എന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ നാളെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഒരേപോലെ സെറ്റിംഗ് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് കരുതി. എന്നാലേ മൊത്തത്തിൽ ഒരേപോലെ ഒരു സെറ്റിംഗ് കിട്ടുള്ളൂ. ഇപ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ട്, നല്ല ഇരുട്ടി, നല്ല കൊതുകുമുണ്ട്. എന്നാലും നമ്മൾ വിട്ടില്ല. നമ്മൾ തോറ്റ് പിന്മാറാൻ നമ്മൾ തയ്യാറല്ല. നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് അത്രത്തോളം ആത്മാർത്ഥമായി, അത്രയും പെർഫെക്ഷനായിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് നല്ല ഇരുട്ടി, അവിടെ നിന്ന് അങ്ങ് ഏറ്റവും താഴ്ന്ന മെറ്റിലും മണലും കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്.